ഹല്ലേലൂയ. തൻ്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന്. സ്തോത്രം. ആത്മീകമായൊരു പ്രാപ്തി. ആ പ്രാപ്തിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? 2 കാര്യങ്ങൾ. മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. യേശു കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് 2 പ്രധാന ഘടകങ്ങൾ. 1, നമ്മൾ ഉണർവുള്ളവരായിരിക്കണം. 2, പ്രാർത്ഥനാ ജീവിതമുള്ളവരായിരിക്കണം. യേശു കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് തന്നെ അഭിമുഖീകരിക്കേണ്ടതിന് വേണ്ടി ഒരു പ്രാപ്തി ആവശ്യമാണ്. ആമേൻ. അന്ന് ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് ആമേൻ ഒരു പ്രാപ്തി നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി സദാകാലവും ഉണർവ് നഷ്ടപ്പെട്ടവരായിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാൻ പാടില്ല. കർത്താവ് നമ്മിൽ പകർന്ന ഒരു ഉണർവിൻ്റെ അനുഭവം, ഇന്നലകളിൽ പ്രാർത്ഥിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ, നിലവിളിച്ചപ്പോൾ, ഉപവസിച്ചപ്പോൾ, സ്തോത്രം, ദൈവം നമ്മിൽ പകർന്ന ഒരു ഉണർവില്ലേ? ഒരു പ്രാർത്ഥന ഉണർവില്ലേ? ഒരു അഭിഷേകത്തിൻ്റെ ഉണർവില്ലേ? ഒരു ആത്മശക്തിയുടെ ഉണർവില്ലേ? സ്തോത്രം. ദൈവം തന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ഉണർവില്ലേ? അത് യേശു കർത്താവിൻ്റെ വരവ് വരെ നമ്മൾ പിടിച്ചുകൊള്ളണം. എന്താ വായിക്കുന്നത്? നിങ്ങൾക്കുള്ളത്, വെളിപ്പാട് 2:25 വായിക്കുന്നു, നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ. കർത്താവ് നമുക്ക് പലതും തന്നിട്ടുണ്ട് നമ്മുടെ കരങ്ങളിൽ പിടിക്കാൻ വേണ്ടി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില കൃപകൾ, ചില കൃപാവരങ്ങൾ, സ്വർഗീയ സാന്നിധ്യം, പ്രാർത്ഥനാ ജീവിതം, അഭിഷേകം. ഹല്ലേലൂയ. കരുണ തോന്നി പകർന്ന ദൈവകൃപയുണ്ട്, ദൈവശക്തിയുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്, അഭിഷേകമുണ്ട്, ഉണർവിൻ്റെ അനുഭവങ്ങളുണ്ട്, ആത്മാവിൻ്റെ തീയുണ്ട്. നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് ലഭിച്ചത് യേശുവിൻ്റെ വരവ് വരെ നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ. നമുക്ക് ലഭിച്ചതിനെ നമ്മുടെ കരങ്ങളിൽ നിന്നും പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്ന പല ശക്തികളും ഉണ്ട് കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലഭിച്ചതിനെ, നമുക്കുള്ളതിനെ ആമേൻ നമ്മിൽ നിന്ന് പിടിച്ചെടുക്കാൻ, പറിച്ചെടുക്കാൻ, മോഷ്ടിച്ചെടുക്കാൻ, കവർന്നെടുക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ, നമ്മിലുള്ള ദൈവ തേജസ്സിനെ, നമ്മിലുള്ള അഭിഷേകത്തെ, നമ്മിലുള്ള ശുശ്രൂഷകളെ, അതിൻ്റെ അനുഗ്രഹത്തെ, അതിൻ്റെ ശ്രേഷ്ഠമായ ഉറവകളെ ഇല്ലാതാക്കാൻ, നശിപ്പിച്ച് കവർന്നെടുക്കാൻ പരിശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്. അതുകൊണ്ട് ലഭിച്ചതിനെ മുറുകെ പിടിച്ചോണം, കൈവിട്ട് കളയരുത്. നിങ്ങൾക്കുള്ളത് ഞാൻ വരുന്നതുവരെ പിടിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് ശൂന്യമായ കരങ്ങളോട് കൂടിയല്ല, ലഭിച്ചത് നഷ്ടപ്പെടുത്തിയ ഒരു അനുഭവത്തിലായിരിക്കാൻ പാടില്ല. യേശു കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് ലഭിച്ചതെല്ലാം നഷ്ടപ്പെടുത്തിയ, ഒരു താലന്ത് ലഭിച്ചവൻ കൊണ്ടുപോയി കുഴിച്ചിട്ടില്ലേ? അതുപോലെ ആകാൻ പാടില്ല. ചിലതൊക്കെ ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട് വ്യാപാരം ചെയ്യാൻ വേണ്ടി. ഒരു വർധനവ് ദൈവം പ്രതീക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ കൃപ ലഭിച്ചവർ ആ പ്രാർത്ഥന താലത്തിന് വ്യാപാരം ചെയ്യട്ടെ. ദാവീദിനെ പോലെ കാലത്ത് ഉച്ചയ്ക്ക് വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ്, സ്തോത്രം, ലഭിച്ച കൃപകളെ കുഴിച്ചിടരുത്, മറച്ചു വയ്ക്കരുത്, അലക്ഷ്യമായി കാണരുത്, തള്ളിക്കളയരുത്, ഉപേക്ഷ വിചാരിക്കരുത്. നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരത്തെ ഉപേക്ഷയായി വിചാരിക്കാതെ. അങ്ങനെ നമ്മൾ വായിക്കുന്നത്. ലഭിച്ചതൊന്നും വൃഥാവല്ല. കർത്താവ് നമ്മുടെ കരങ്ങളിൽ തന്നതൊന്നും വ്യർത്ഥമല്ല, ശൂന്യമല്ല. തമ്പുരാൻ തന്നതിന് തമ്പുരാനോളം വിലയുണ്ട്. സ്തോത്രം. അതിന് നിത്യതയോളം വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ പ്രാകൃതരാക്കുക, അതാണ് സാത്താന്റെ ലക്ഷ്യം. നമ്മെ ശൂന്യരാക്കുക, അതാണ് സാത്താന്റെ ലക്ഷ്യം. നമുക്ക് ലഭിച്ചതിനെ കവർന്നെടുക്കുക, മോഷ്ടിച്ചെടുക്കുക, പിടിച്ചു പറിക്കുക, ഇതാണ് സാത്താന്റെ തന്ത്രം. വിട്ടുകൊടുക്കരുത്. കർത്താവ് തന്നതൊന്നും നഷ്ടപ്പെടുത്തരുത്, വൃഥാവാക്കരുത്, മുറുകെ പിടിക്കണം. നിങ്ങൾക്കുള്ളത് ഞാൻ വരുന്നതുവരെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ വരവിൻ്റെ സമയത്ത് 2 താലന്ത് ലഭിച്ചവൻ 2 കൂടി നേടിയതുപോലെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. എൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക.
ഹോ, ഹല്ലേലൂയ. വരവിന്റെ സമയത്ത് ആ നല്ല പേര് കേൾക്കുവാൻ, വിശ്വസ്തനായ ദാസനെ, വിശ്വസ്തയായ ദാസിയെ എന്ന പേരിന് അർഹരാകേണ്ടതിന് ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന, നമ്മുടെ ശേഷമുള്ള കാലയളവിൽ നമുക്ക് ലഭിച്ചതിനെ മുറുകെ പിടിച്ച് അതിനെ നഷ്ടമാക്കാതെ, കുഴിച്ചിടാതെ, മറച്ചു വയ്ക്കാതെ, കെട്ടിവയ്ക്കാതെ, അലക്ഷ്യമാക്കി കളയാതെ വ്യാപാരം ചെയ്തു വർദ്ധിപ്പിച്ച് നമ്മുടെ വിശ്വസ്തത തെളിയിക്കാം. യേശു കർത്താവിൻ്റെ വരവിൻ്റെ സമയത്തും വിശ്വസ്തരായിരിക്കണം. നമുക്കുള്ളത് നഷ്ടപ്പെടുത്തിയ, അയ്യോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, എനിക്ക് പറ്റിയില്ലല്ലോ, അങ്ങനെ ഒരു അവസ്ഥയിലാകാൻ പാടില്ല. വരവിന്റെ സമയത്ത് നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം, ലഭിച്ചത് നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരാം. മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും, ഒരു ഉണർവിന്റെ അനുഭവം. കർത്താവിന്റെ വരവിന്റെ സമയത്ത് മയങ്ങിക്കിടക്കുന്ന അനുഭവമല്ല, ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പിൻ, ഉണർന്നിരിക്കുന്ന ഒരു അനുഭവം. കർത്താവ് നൽകിയ ആത്മിക ഉണർവ് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാകാൻ പാടില്ല. പ്രാർത്ഥന ഉണർവ് നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാകാൻ പാടില്ല. ലഭിച്ചതെല്ലാം പാഴാക്കിയ, നഷ്ടപ്പെടുത്തിയ, ശൂന്യമായ ഒരു തുരുത്തി പോലെ ആകാൻ പാടില്ല. ഒരു പുകയുന്ന തിരിയായിട്ടല്ല. ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ വിളക്ക് തെളിയിച്ചും കൊണ്ട് നിൽക്കുന്ന ഒരു അനുഭവം. കർത്താവിന്റെ വരവികൾ കത്തി നിൽക്കുന്ന ഒരു അനുഭവം. യേശുവിന്റെ വരവികൾ പ്രകാശമുള്ള ഒരു അനുഭവം. കർത്താവിന്റെ വരവിന്റെ സമയത്ത് പ്രകാശം നഷ്ടപ്പെട്ടവരായി, ദീപമില്ലാത്തവരായി, ഇരുട്ട് മൂടിയ ഒരവസ്ഥയിൽ നോ നോ. ഹല്ലേലൂയ. യേശുവിന്റെ വരവിന്റെ സമയത്ത് ദൈവ തേജസ്സിന്റെ പ്രകാശമുള്ളവരായി, പ്രാർത്ഥനയുടെ പ്രകാശം നിറഞ്ഞവരായി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശു രക്ഷകന്റെ വരവിങ്കൽ, ആമേൻ, സ്തോത്രം, പ്രകാശത്തോടെ ഉണർവിൻ്റെ ഒരു അനുഭവം, മയങ്ങിക്കിടക്കുന്ന ഒരു അനുഭവമല്ല. പ്രാർത്ഥനാ ജീവിതം കെട്ടുപോകുന്ന ഒരു അവസ്ഥയിലാകാൻ പാടില്ല. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉണർവ് നഷ്ടപ്പെട്ട, ശുശ്രൂഷയുടെ ഉണർവ് നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലാകാൻ പാടില്ല. മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നിരിക്കണം. യേശുവിന്റെ വരവിന്റെ സമയത്ത് ഉണർവിന്റെ അനുഭവം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഉണർവ് നഷ്ടപ്പെട്ടവരായി, ലഭിച്ചത് പാഴാക്കിയവരായി, ശൂന്യമായ കരങ്ങളുമായി, ശൂന്യമായ തുരുത്തിയുമായി നോ, അല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിങ്കൽ ഉണർന്നും. സ്തോത്രം. അടുത്ത രണ്ടാമത്തെ കാര്യത്തിലേക്ക്, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. യേശു കർത്താവിന്റെ വരവിന്റെ സമയത്ത് പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, യേശുവിന്റെ വരവിന്റെ സമയത്ത് ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. അവന്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനാ ജീവിതം ഉള്ളവർക്ക് മാത്രമേ പ്രാപ്തി ഉണ്ടാകൂ. യേശുവിന്റെ വരവിന്റെ സമയത്ത് പ്രാർത്ഥനയില്ലാത്തവരായി, പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തവരായി, പ്രാർത്ഥനാ തുരുത്തി വറ്റിയവരായി, പ്രാർത്ഥനാ ജീവിതം ശൂന്യമായ ഒരവസ്ഥയിൽ നിൽക്കുന്നവർക്ക് യേശുവിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നതല്ല. പ്രാർത്ഥനാ ജീവിതം ഇല്ലാത്തവർക്ക് യേശുവിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്നതല്ല. അവന്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ആ പ്രാപ്തി ലഭ്യമാകൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്തുമാത്രം ശ്രദ്ധയോടും, എന്തുമാത്രം കരുതലോടും, എന്തുമാത്രം പ്രാർത്ഥനയോടും കൂടി ജീവിക്കേണ്ടവരാണ് നമ്മൾ. കർത്താവിൻ്റെ വരവ് നമ്മുടെ വാതിൽക്കലായിരിക്കുകയല്ലേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് വേണ്ടി, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മിൽ കാണണം. പ്രാർത്ഥനാ ജീവിതം ഉണങ്ങി വരേണ്ട ഒരവസ്ഥയിലല്ല. പ്രാർത്ഥനാ ജീവിതം പച്ച പിടിച്ച, പ്രാർത്ഥനാ ജീവിതം പുഷ്ടി പ്രാപിച്ച ഒരു അനുഭവത്തിൽ നമ്മെ കാണണം. പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാകാൻ പാടില്ല. പൂർവ്വകാലങ്ങളിലേക്ക് ഒരു നിമിഷം നമുക്ക് ചിന്തിച്ചാൽ,
പണ്ട് കാലങ്ങളിലൊക്കെ എന്തുമാത്രം രാത്രി യാമങ്ങളിൽ ഉണർന്ന് ഇരുന്ന് മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിച്ച് നേടിയ കൃപകൾ അനുഭവിച്ച ദൈവ സാന്നിധ്യം, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് നിലവിളിച്ച് പ്രാപിച്ച കൃപകൾ, കർത്താവിന്റെ ശബ്ദം കേട്ട നാളുകൾ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നമ്മെ തൊട്ട അനുഭവങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ആമേൻ ആമേൻ. പണ്ട് കാലങ്ങൾ ഒരു ആവശ്യം വരുമ്പോൾ, പൂർവ്വപിതാക്കന്മാരൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്ത് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ, അഭിഷേകത്തോടെ, പ്രാർത്ഥന അഭിഷേകത്തോടെ, ആത്മാവിന്റെ നിറവിൽ, സ്തോത്രം, സ്വന്തം കൂടാരത്തിനകത്തിരുന്ന് ജാഗരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ഉപവസിക്കുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ വരവിങ്കൽ കത്തി നിൽക്കണം പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന ജീവിതത്തിന്റെ തീ അണഞ്ഞവരായിട്ടാകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തേക്ക് ദൈവം പകർന്നു തന്ന ആത്മാവിന്റെ അഗ്നിയില്ലേ, ഹല്ലേലൂയ, തണുത്തും മരവിച്ച ഒരവസ്ഥയിലാകാൻ പാടില്ല പ്രാർത്ഥന ജീവിതം. നാം ദൈവത്തോട് ശീതോഷ്ണവാന്മാരായിരിക്കരുത്. കർത്താവിന്റെ വരവിങ്കൽ ശീതവാന്മാരായിരിക്കാൻ പാടില്ല, ശീതോഷ്ണവാന്മാരായിരിക്കാൻ പാടില്ല. ചൂട് പിടിച്ചവരായി, പ്രാർത്ഥനയുടെ ചൂട് പിടിച്ചവരായി, പ്രാർത്ഥന അഗ്നിയുള്ളവരായി. ആമേൻ. സ്തോത്രം സ്തോത്രം. കർത്താവ് നമ്മുടെ അധരങ്ങളിൽ പകർന്നു തന്ന അഭിഷേകത്തിന്റെ തീയില്, ആത്മാവിന്റെ തീയില്, സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന ഒരു അനുഭവം, പ്രാർത്ഥിക്കുമ്പോൾ അഗ്നി കത്തുന്ന അനുഭവം, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ ചൂട് പിടിക്കുന്ന ഒരു അനുഭവം. ആമേൻ. മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. പ്രാപ്തരാകേണ്ടതിന് യേശു കർത്താവിന്റെ വരവിങ്കൽ, യേശു കർത്താവിനെ നമുക്ക് മുഖാമുഖം കാണുമ്പോൾ തന്നെ അഭിമുഖീകരിക്കേണ്ടതിന് നമുക്കൊരു പ്രാപ്തി ആവശ്യമാണ്. ആ പ്രാപ്തി എന്ന് പറയുന്നത് ആമേൻ പ്രാർത്ഥിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ശൗൽ രാജാവ് പറയുകയാണ്, ദാവീദിനോട് പറയുകയാണ്, നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലനത്രേ, നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലൻ അത്രേ എന്ന് പറഞ്ഞെന്ത് ചെയ്യുന്നു? ദാവീദിനെ നിസ്സാരമായി കാണുന്നു. 40 രാപ്പകലുകളായി എന്തോ ചെയ്യുന്നു? ഗോലിയാത്ത് വെല്ലുവിളിക്കുകയാണ്. ദൈവസഭയ്ക്കെതിരെ, ഇസ്രായേൽ ജനത്തിനെതിരെ വെല്ലുവിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെ അടിമകളാക്കാൻ വേണ്ടി വെല്ലുവിളിക്കുമ്പോൾ അവന്റെ മുൻപിൽ നിൽക്കാൻ ആർക്കും പ്രാപ്തി ലഭിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. രാജാവുണ്ട്, പുരോഹിതന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, ആമേൻ, പ്രബുദ്ധന്മാരുണ്ട്, മൂപ്പന്മാരുണ്ട് ഇസ്രായേലിൽ. ആമേൻ, സ്തോത്രം. പല ഗോത്രങ്ങളിലെ യുദ്ധാഭ്യാസികളുണ്ട്. രൂബേൻ, ശിമിയോൻ, ലേവി, ആശേർ, ഗാദും, നഫ്താലിയും, അങ്ങനെ വിവിധ ഗോത്രങ്ങളിലെ ഒരുപാട് യുദ്ധാഭ്യാസം ലഭിച്ച, യുദ്ധ നൈപുണ്യം, യുദ്ധതന്ത്രങ്ങൾ അഭ്യസിച്ച നിരവധി ആളുകളുണ്ട്. പക്ഷേ അവർക്കാർക്കും ഈ ഗോലിയാത്തിനെ നേരിടുവാൻ പ്രാപ്തിയില്ലാത്തവരായി മാറി നിൽക്കുമ്പോൾ, ആമേൻ, പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു ദാവീദ് ഇറങ്ങി വരുന്നു. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുന്ന പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു ദൈവവൃദ്ധനെ സ്വർഗത്തിലെ ദൈവം പൊക്കിക്കൊണ്ടുവരുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിനക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ്, നീ ബാലനാണ്, നിനക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് അവനെ തള്ളുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ പ്രാപ്തനാണ്. പുറമെ നോക്കിയാൽ അവനിൽ കുറവുകൾ ഉണ്ടാകാം, പക്ഷേ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണവൻ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ക്രൂശീകരണം എന്നൊരു വലിയ പരീക്ഷ മുൻപിൽ വരാൻ പോവുകയാണ്. ആമേൻ. ഉണർന്നു പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ചിതറിപ്പോകുന്ന, പിന്മാറിപ്പോകുന്ന, തളർന്നു പോകുന്ന, പ്രാപ്തിയില്ലാത്തവരായി മാറുന്ന, ഭയപ്പെട്ടു പോകുന്ന, സംശയിച്ചു പോകുന്ന, ആമേൻ, അങ്ങനെ ഒരു അനുഭവം മുൻപിൽ വരാൻ പോകുകയാണ്. അപ്പൊ അവർക്ക് വരാൻ പോകുന്ന ഒരു പരാജയത്തെ മുൻകണ്ടിട്ട് അവരങ്ങനെ ആകാൻ പാടില്ല. അവരതിനെ ജയിക്കണമെന്ന് ആഗ്രഹിച്ച യേശു കർത്താവ് അവർക്ക് ദൂത് നൽകിയിട്ട് ഒരു മാതൃകയും കാണിച്ചു കൊടുത്തു.
സ്തോത്രം. എന്നാൽ ഉണരാനും പ്രാർത്ഥിക്കാനുമുള്ള, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കാനുള്ള ഒരു ദൂത് കേട്ടിട്ടും, ദൈവശബ്ദം കേട്ടിട്ടും, അരുമനാഥന്റെ ശബ്ദം കാതുകളിൽ ലഭിച്ചിട്ടും, ഉണരാനും പ്രാർത്ഥിക്കാനുമുള്ള ദൈവിക ദൂത് കേട്ടിട്ടും, സ്തോത്രം, അതിനെ നിസ്സാരമായി കണ്ടവർ എന്തോ ചെയ്തു? ഉറങ്ങി. സ്തോത്രം. സത്യത്തിൽ ആ സമയത്ത് അവർ ഉണർന്നിരുന്ന് മുഴങ്കാൽ മടക്കേണ്ടതായിരുന്നു. യേശു കാണിച്ചു കൊടുത്ത മാതൃക പോലെ ഇവര് മുഴങ്കാൽ മടക്കേണ്ടതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മുഴങ്കാൽ മടക്കേണ്ട സമയത്ത് ഉറങ്ങുന്നു. സ്തോത്രം. മുഴങ്കാൽ മടക്കേണ്ട സമയത്ത് ഉറങ്ങുന്നു. കണ്ണിന് ഭാരമേറുകയാൽ ഉറക്കത്തെ ജയിക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഉറക്കത്തെ മറികടക്കാൻ കഴിയുന്നില്ല, വില മുടക്കാൻ പറ്റുന്നില്ല, ആ സമയത്തെ തക്കത്തിൽ ഉപയോഗിപ്പാൻ കഴിയുന്നില്ല. സ്തോത്രം. കരയാൻ കഴിയുന്നില്ല, മുട്ടുകുത്താൻ കഴിയുന്നില്ല. ദൈവ ശബ്ദം കേട്ടിട്ടും അത് ചെയ്യാൻ പറ്റുന്നില്ല. ഉണരാനുള്ള ശബ്ദം കേട്ടു, ഉണരാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാനുള്ള ശബ്ദം കേട്ടു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഒരു പരീക്ഷ മുൻപിലുണ്ടെന്ന് ദൈവശബ്ദം കേട്ടു, എന്നിട്ടും അതിന് വേണ്ടതായി ഗൗരവം കൊടുക്കാൻ കഴിയുന്നില്ല. എന്താണ് മുൻപിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ബോധ്യമില്ലാതെ അവർ മയങ്ങുന്നു, അവർ ഉറങ്ങുന്നു. ഉറങ്ങിയപ്പോൾ സ്വസ്ഥമായി ഉറങ്ങി. എന്നാൽ ഉറക്കം വിട്ടുണർന്നപ്പോൾ അസ്വസ്ഥതകൾ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കേണ്ട നേരത്ത് മയങ്ങിയവർ, പ്രാർത്ഥനാ സമയത്തെ ഉറക്കത്തിന് വിട്ടുകൊടുത്തവർ, പിന്നത്തേതിൽ ഉറങ്ങാൻ കഴിയാതെ വണ്ണം അസ്വസ്ഥരായി മാറി. ആമേൻ. ഭയങ്കര ഭയമുള്ളവരായി, അസ്വസ്ഥതയുള്ളവരായി, പ്രശ്നങ്ങളുള്ളവരായി, നിൽക്കാൻ കഴിയാത്തവരായി, ആമേൻ, പിന്മാറ്റമുള്ളവരായി, ആമേൻ, ചിതറിപ്പോകുന്നവരായി, ആമേൻ, സ്തോത്രം, മറഞ്ഞിരിക്കുന്നവരായി മാറി. ഹല്ലേലൂയ. പത്രോസൊക്കെ കർത്താവിനെ അനുഗമിക്കുന്നുണ്ടെങ്കിലും അകലം വിട്ടാണ് അനുഗമിക്കുന്നത്. പത്രോസ് കർത്താവിനെ അനുഗമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അനുഗമിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണ മനസ്സോടെ കഴിയുന്നില്ല, പൂർണ്ണ ഹൃദയത്തോടെ കഴിയുന്നില്ല, അരുമനാഥനോട് പറ്റി നിൽക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. അകലം വിട്ട് അനുഗമിക്കുന്നു. കർത്താവിനും അവനും ഇടയിൽ ഒരു അകലമുണ്ട്, ഒരു വിടവുണ്ട്. പറ്റി നിൽക്കാനാണ് വിളി, ചേർന്ന് നടക്കാനാണ് വിളി. പക്ഷേ ഹല്ലേലൂയ, അവൻ്റെ ആ പ്രാർത്ഥനാ സമയം വൃഥാവാക്കിയത് കൊണ്ട്, പ്രാർത്ഥനാ സമയം ഉറക്കം അപഹരിച്ചത് കൊണ്ട്, പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാതെ മുൻപോട്ട് പോയത് കൊണ്ട് പ്രാപ്തിയില്ല, ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. പരീക്ഷ വന്നപ്പോൾ യേശു കർത്താവ് സധൈര്യം നേരിട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച യേശു പരീക്ഷയിൽ പരാജയപ്പെട്ടില്ല. ആമേൻ. ഭാരമേറിയ ക്രൂശ് ചുമക്കണമായിരുന്നു, അടിയുണ്ടായിരുന്നു, നിന്ദയും പരിഹാസവും ഉണ്ടായിരുന്നു, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, നമുക്കറിയാം. എന്നാൽ പ്രാർത്ഥിച്ച യേശുനാഥൻ എല്ലാ പരീക്ഷകളെയും ആമേൻ അതിജീവിക്കാൻ പ്രാപ്തനായി. ഹല്ലേലൂയ. ഭാരം വഹിക്കാൻ പ്രാപ്തനായി, നിന്ന സഹിക്കാൻ പ്രാപ്തനായി, തന്റെ ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തിക്കാൻ പ്രാപ്തനായി. ഹല്ലേലൂയ. സകലവും നിവൃത്തിയായി എന്ന് പറയത്തക്കവണ്ണം തൻ്റെ ദൗത്യം മനോഹരമായി ഭംഗിയായി പൂർത്തീകരിക്കാനുള്ള ഒരു ശക്തീകരണം ആമേൻ തനിക്ക് ലഭിച്ചു. തനതിന് പ്രാപ്തനായി. പരീക്ഷയിൽ കർത്താവ് ജയിച്ചു. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥിക്കാതിരുന്ന ശിഷ്യഗണങ്ങൾക്ക് ആ പരീക്ഷയിൽ പരാജയത്തെ ഏറ്റുവാങ്ങേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ സമയം നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർ പ്രാപ്തരാകും. പടക്കൂട്ടങ്ങൾക്ക് നേരെ പാഞ്ഞു ചെല്ലാനും, മതിൽ ചാടിക്കടക്കാനും, പരീക്ഷകളെ അതിജീവിക്കാനും, തരണം ചെയ്യാനും, തോറ്റുപോകാതിരിക്കാനും, ലജ്ജിച്ചു പോകാതിരിക്കാനും പ്രാർത്ഥിക്കുന്നവർ പ്രാപ്തരാകും. ഹല്ലേലൂയ. ചില പിന്മാറ്റങ്ങൾ സംഭവിക്കാതിരിക്കേണ്ടതിന്, അകലം വിട്ട് കർത്താവിനെ അനുഗമിക്കാതിരിക്കേണ്ടതിന് ഒരു പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, നാം ഇടറിപ്പോകാതിരിക്കേണ്ടതിന്, നാം പ്രാപ്തിയില്ലാത്തവരായി പോകാതിരിക്കേണ്ടതിന് ഒരു പ്രാർത്ഥന ആവശ്യമാണ്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാതിരുന്ന പത്രോസിനും സഹോദരങ്ങൾക്കും ഭയങ്കര നഷ്ടം സംഭവിച്ചു. ദൈവശക്തിയുടെ നഷ്ടം. ഹല്ലേലൂയ. സ്വർഗീയ ശക്തിയുടെ നഷ്ടം സംഭവിച്ചു.
അവർക്കും ലഭ്യമായിരുന്നു. അവർക്കടുത്തേക്ക് ദൂതൻ ഇറങ്ങി വരുമായിരുന്നു. ഉണർന്നിരിക്കുന്നവർക്കരികിലേക്കാണ്, മുഴങ്കാലം മടക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കരയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കരികിലേക്കാണ് കർത്താവ് ഇറങ്ങി വരുന്നത്, അടുത്തു വരുന്നത്. സ്തോത്രം, സ്തോത്രം. ദൈവശക്തിയുടെ വലിയ നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചു. അവർക്കും ഈ ശക്തി ലഭിച്ചിരുന്നേനെ, അവർക്കും ഈ അഭിഷേകം ലഭിച്ചിരുന്നേനെ, അവർക്കും ഒരു ഉണർവ് ലഭിച്ചിരുന്നേനെ, അവരെ ദൈവം പ്രാപ്തരാക്കിയേനെ. സ്തോത്രം. അല്പനേരം കഴിഞ്ഞപ്പോൾ യേശു കർത്താവിനെ പിടിച്ചു ക്രൂശിക്കാൻ വേണ്ടല്ലേ പടയാളികൾ വന്നു, അല്ലെ ഇടയനെ വെട്ടി ആടുകൾ ചിതയുന്ന വചനം പോലെ എല്ലാവരും ചിതറിപ്പോയി. പ്രാർത്ഥിച്ച യേശു സധൈര്യം നേരിട്ടു. പ്രാർത്ഥിക്കാതിരുന്നവർ പ്രാപ്തിയില്ലാത്തവരായി, നേരത്തെ പറഞ്ഞതുപോലെ പത്രോസെല്ലാം അകലം വിട്ട് അനുഗമിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കാത്തത് കൊണ്ട്, നാം പ്രാർത്ഥിക്കാതിരിക്കുന്നത് കൊണ്ട്, രാത്രിയാമങ്ങളിൽ ഉണർന്ന് ജാഗരിക്കാതിരിക്കുന്നത് കൊണ്ട് പല നഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. വലിയ നഷ്ടങ്ങൾ, ദൈവശക്തിയുടെ പല നഷ്ടങ്ങളും നമുക്ക് സംഭവിക്കുന്നുണ്ട് കേട്ടോ. കർത്താവിന് ആഗ്രഹമുണ്ട് നമ്മെ നിറയ്ക്കാൻ, നമ്മെ തൊടാൻ, നമ്മെ ബലപ്പെടുത്താൻ. ഹല്ലേലൂയ. നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. വേഗത്തിൽ ഒരു വചനം നമുക്ക് വായിക്കാം. മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. ഒരു വചനം കൂടി അതുമായി ബന്ധപ്പെട്ട് 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ, നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. സ്തോത്രം. യേശു കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട ഒരു വചനമാണ്. 5 മിനിറ്റ് കൂടി നമ്മുടെ മുമ്പിലുണ്ട്. സ്തോത്രം. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ഹല്ലേലൂയ, ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ മുൻപിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, അവനിൽ വസിപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ്റെ ഇനി കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുന്ന സമയത്ത് ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, അവൻ്റെ മുൻപിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്. നാം ആദ്യം ചിന്തിച്ചു യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അവൻ്റെ മുൻപിൽ നിൽക്കാൻ പ്രാപ്തരാകേണ്ടതിന്. ഇവിടെ പറയുന്നു യേശു കർത്താവിൻ്റെ മുൻപിൽ അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്. ഓ ഹല്ലേലൂയ, അവനിൽ വസിപ്പീൻ, അവനിൽ വസിപ്പീൻ. യേശു കർത്താവിൻ്റെ സന്നിധിയിൽ, യേശു കർത്താവിൻ്റെ വരവിങ്കൽ, അന്ന് യേശു കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്. യേശു കർത്താവിൻ്റെ വരവിങ്കൽ അനേകർ ലജ്ജിച്ചു പോകും കേട്ടോ. അനേകർ അമ്പരന്ന് പോകും. യേശു കർത്താവിൻ്റെ വരവ്, അയ്യോ യേശുവിൻ്റെ വരവ് സംഭവിച്ചു, അയ്യോ ഞാൻ ഒരുങ്ങിയില്ലല്ലോ, അയ്യോ ഞാൻ ക്ഷമ ചോദിച്ചില്ലല്ലോ, അയ്യോ ഞാൻ ക്ഷമിച്ചില്ലല്ലോ, അയ്യോ എനിക്ക് ഇനി കുറവുകൾ ഉണ്ടല്ലോ, അയ്യോ എൻ്റെ ദൈവമേ കർത്താവിൻ്റെ വരവ് വന്നോ. അനേകർ അമ്പരന്ന് പോകും. അനേകർക്ക് തീരാ നഷ്ടമായിരിക്കും. അനേകർക്ക് ഒരു അമ്പരപ്പായിരിക്കും, അനേകർക്കൊരു ഭയമായിരിക്കും, അനേകർക്കൊരു മനോവേദനയായിരിക്കും. എന്നാൽ ചിലർ ഒരുങ്ങിയിരിക്കുന്നവർ, നേരത്തെ ചിന്തിച്ചു വന്നതുപോലെ പ്രാർത്ഥനാ ജീവിതമുള്ളവർ, ഉണർന്നിരിക്കുന്നവർ, അവർക്ക് തുള്ളിച്ചാടി കുഞ്ഞാടിന്റെ കല്യാണം വന്നെത്തിയിരിക്കുന്നുവല്ലോ. ആമേൻ. സന്തോഷിച്ച് ഉല്ലസിച്ച് മഹത്വം കൊടുക്കുക. ചിലർ തുള്ളിച്ചാടുമ്പോൾ യേശുവിൻ്റെ വരവ് ഒരു കൂട്ടം ആളുകൾക്ക് ഉല്ലാസത്തിൻ്റെ, ജയത്തിൻ്റെ ഘോഷമായിരിക്കുമ്പോൾ, മറുവശത്ത് മറ്റു പലർക്കും ലജ്ജിക്കപ്പെടുവാൻ കാരണമാകും. പ്രാപ്തരാകാതെ, പ്രാർത്ഥനാ ജീവിതമില്ലാത്തവർ, വിശുദ്ധിയില്ലാത്തവർ. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടോ? 1 യോഹന്നാൻ 2:28 എന്താ വായിക്കുക? ഇനിയും കുഞ്ഞുങ്ങളെ, സ്തോത്രം, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ. യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ അന്ന് അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് കർത്താവ് നൽകുന്ന സമയങ്ങൾ പ്രയോജനപ്പെടുത്തി, ഇന്ന് യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ ലഭിക്കുന്ന സമയത്തെ പ്രയോജനപ്പെടുത്തി നാം മുൻപോട്ട് പോകണം. ഒരു പ്രാവശ്യം കൂടി, അല്പം കൂടി ലളിതമായിട്ട്, അന്ന് യേശു കർത്താവിൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇന്ന് ദൈവ സന്നിധിയിൽ ഇരിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കരുത്.
ആമേൻ. രാത്രിയാമങ്ങളിൽ ഉണരാനും കരയാനും പ്രാർത്ഥിക്കാനും മുട്ടുകുത്താനും ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കരുത്. അന്ന് കർത്താവിന്റെ സന്നിധിയിൽ ലജ്ജിക്കാതിരിക്കാൻ ഇന്ന് ദൈവ സന്നിധിയിൽ ഇരുന്നു കൊള്ളണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനേകർ ലജ്ജിച്ചു പോകുമ്പോൾ ലജ്ജിച്ചു പോകാത്തവരുടെ കൂട്ടത്തിലായിരിക്കണമെങ്കിൽ ഇന്ന് ദൈവ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് കരയേണ്ടിയിരിക്കുന്നു, നിലവിളിക്കേണ്ടിയിരിക്കുന്നു. ഒരു വചനം കൂടി, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിലെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്ന ഇങ്ങനെയാണ്: ഞാൻ കള്ളനെ പോലെ വരും, ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഞാൻ കള്ളനെ പോലെ വരും. സ്തോത്രം. ഞാൻ കള്ളനെ പോലെ വരുമ്പോൾ, ഞാൻ കള്ളനെ പോലെ വരും എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, ആമേൻ, അസമയത്ത്, പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഞാൻ കള്ളനെ പോലെ വരുമ്പോൾ, യേശു കർത്താവ് കള്ളനെ പോലെ വരുന്ന സമയത്ത് നാം നഗ്നരായിട്ടല്ല, ഉടുപ്പില്ലാത്തവരായിട്ടല്ല, അതല്ലെങ്കിൽ ദൈവ തേജസ്സിന്റെ ഉടുപ്പ് നഷ്ടപ്പെട്ടവരായിട്ടല്ല, വെള്ളയുടുപ്പില്ലാത്തവരായിട്ടല്ല. വെള്ളയുടുപ്പ് വിശുദ്ധ ജീവിതം ഇല്ലാത്തവരായിട്ടല്ല. അങ്ങനെ പാടില്ല. തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യേശുവിന്റെ വരവിന്റെ സമയത്ത് നമുക്കൊരു ഉടുപ്പ് സൂക്ഷിച്ചും ഒരു സൂക്ഷ്മത, ജാഗരിച്ചും ഒരു ജാഗ്രത. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവിന്റെ സമയത്ത് ഒരു സൂക്ഷ്മത, ഒരു ജാഗ്രത, ഉടുപ്പ് സൂക്ഷിക്കുന്ന, മാലിന്യം പറ്റാതെ, ആമേൻ, ലോകത്തിന്റെ മാലിന്യം, പാപത്തിന്റെ അഴുക്ക്, സ്തോത്രം, ഇതൊന്നും പറ്റാതെ വണ്ണം, ആമേൻ, ഉടുപ്പ് സൂക്ഷിക്കുന്ന, വെള്ള തന്നെ, വിശുദ്ധി തന്നെ, ഓ, വിശുദ്ധിയോടുകൂടി കാണപ്പെടുന്ന ഒരു അനുഭവം. ആമേൻ. ഞാൻ കള്ളനെ പോലെ വരും. ഞാൻ കള്ളനെ പോലെ വരുന്ന സമയത്ത് ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ടിരിക്കുന്നവൻ, തൻ്റെ നഗ്നത കാണാതെ വണ്ണം, അല്ലേ, ആമേൻ, ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചു കൊണ്ടിരിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന്റെ വരവിങ്കൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, 4-5 വായിക്കുമ്പോൾ കാണാമല്ലോ, അല്ലേ, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ, അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ, സ്തോത്രം, എന്നോട് കൂടെ, ആമേൻ, അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓ, ഉടുപ്പ്, കർത്താവിന്റെ വരവിന്റെ സമയത്ത് ഉടുപ്പ് നഷ്ടപ്പെട്ട്, ആമേൻ, ആ വിശുദ്ധിയുടെ അനുഭവം നഷ്ടപ്പെട്ടവരായിട്ടാകാൻ പാടില്ല. യേശു കർത്താവിന്റെ വരവിങ്കൽ, അതാണ് നമ്മുടെ ചിന്താ വിഷയം. യേശു കർത്താവിന്റെ വരവിങ്കൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ഓ, ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും, ആമേൻ. നമ്മിലേക്ക് കറ കൊണ്ടുവന്നിടാൻ, കളങ്കം കൊണ്ടുവന്നിടാൻ വേണ്ടി പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കറയുള്ളവരാക്കി, കളങ്കമുള്ളവരാക്കി, ആമേൻ, ക്രിസ്തുയേശുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാക്കുന്ന ഒരു അനുഭവത്തിൽ അങ്ങനെ ആക്കുവാൻ വേണ്ടി പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാത്തു സൂക്ഷിക്കണം. ഒരൊറ്റ വചനം കൂടി, വെളിപ്പാട് പുസ്തകം 22:14 നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 22:14 വായിക്കുന്നുണ്ട്. ആമേൻ. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഓ, നഗരത്തിൽ കടക്കേണ്ടതിന്, സ്വർഗീയ നഗരത്തിൽ, ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ. അലക്കുന്നത് എന്തിനെ കാണിക്കുന്നു? വസ്ത്രം അലക്കുന്നത് എന്തിനെ കാണിക്കുന്നു? ഒരു വിശുദ്ധീകരണത്തിന്റെ, ഒരു ശുദ്ധീകരണ പ്രക്രിയ കാണിക്കുന്നു. അഴുക്ക് പുറന്തള്ളിക്കളയുന്ന അനുഭവം. ഹല്ലേലൂയ, സ്തോത്രം. നഗരത്തിൽ കടക്കണമെങ്കിൽ, ആമേൻ, സ്തോത്രം, വസ്ത്രം അലക്കണം. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അങ്കി അലക്കി വെളുപ്പിച്ചവരായി, ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉള്ളവരായി അങ്ങനെ നമ്മെ കാണണം. ആമേൻ. കർത്താവായ യേശുവിന്റെ വരവിന്റെ സമയത്ത് അഴുക്കുള്ളവരായിട്ടല്ല, ആമേൻ, മാലിന്യമുള്ളവരായിട്ടല്ല, പാപമുള്ളവരായിട്ടല്ല, കറ പിടിച്ചവരായിട്ടല്ല, കറ പിടിച്ച അംഗീയമായിട്ടല്ല, ജഡത്താൽ കറ പിടിച്ചവരായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പകയോ പിണക്കമോ ഈർഷ്യോ അങ്ങനെയുള്ള കറകൾ പിടിച്ചവരായിട്ടല്ല, അങ്കി അലക്കി വെളുപ്പിച്ചവരായി,
വിശുദ്ധിയുടെ വെണ്മ വസ്ത്രം ധരിച്ചവരായി അങ്ങനെയാണ് കർത്താവ് നമ്മെ കാണാൻ ആഗ്രഹിക്കുന്നത്. 8:58. പ്രൈസ് ദി ലോർഡ്. 2 മിനിറ്റ് മാത്രം വിശേഷിക്കുന്നല്ലോ. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മെ ഒരു നിമിഷം പരിശോധിക്കാം. നമ്മൾ കേട്ട ദൂതെല്ലാം നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയാണ്. യേശു കർത്താവിൻ്റെ വരവിങ്കൽ നമ്മൾ എങ്ങനെയായിരിക്കണം? മനുഷ്യപുത്രന്റെ വരവിങ്കൽ, ഹല്ലേലൂയ, അവന്റെ മുൻപിൽ നിൽക്കാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഉണർവിൻ്റെ അനുഭവം. യേശു കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് ഒരു ഉണർവിൻ്റെ അനുഭവം നമ്മിൽ കാണട്ടെ. ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മിൽ കാണട്ടെ. ഒരു വിശുദ്ധ ജീവിതം നമ്മിൽ കാണട്ടെ. നമുക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞാൽ പലരും തള്ളിക്കളയുമ്പോൾ പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ ദാവീദിനെ പോലെ നമ്മെ പ്രാപ്തരാക്കും. എത്ര വലിയ വെല്ലുവിളിക്കുന്ന ശക്തികളാണെങ്കിലും ആ ശക്തികൾക്ക് മുൻപിൽ നിൽക്കാൻ, നമ്മുടെ ശുശ്രൂഷ മുഖത്തുള്ള ഏത് വെല്ലുവിളിക്കുന്ന ദേശാധിപതി പോരുകളാണെങ്കിലും ആ ശക്തികൾക്ക് മുൻപിൽ നിൽക്കാൻ, അവയെ മറിച്ചിടാൻ, അവയെ ജയിക്കാൻ കർത്താവ് നമ്മെ പ്രാപ്തരാക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ വിലയിടും. പ്രാർത്ഥിക്കുന്നവരാണ് പ്രാപ്തരാകുന്നത്. സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. യേശു പറഞ്ഞതുപോലെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരിപ്പീൻ. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആ ദൂത് കേട്ടിട്ടും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല, ഉണരാൻ കഴിഞ്ഞില്ല. എന്ത് സംഭവിച്ചു? പരീക്ഷയിൽ പരാജയപ്പെട്ടു, പ്രാപ്തിയില്ലാത്തവരായി മാറി. അകപ്പെട്ടു പോകാനിടയായി. മുന്നറിയിപ്പ് ലഭിച്ചതാണ് ഉണരാൻ. ഇന്ന് രാത്രി കർത്താവ് നമ്മെ തട്ടി ഉണർത്തുകയാണ്. ഉണർന്നുകൊള്ളുക, പ്രാർത്ഥിച്ചുകൊള്ളുക, ശക്തീകരിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഉണരാൻ തയ്യാറാണോ? ദൂതൻ ഇറങ്ങി വരും. കർത്താവ് ഉണർന്ന് മുട്ടുകുത്തി, ദൂതൻ ഇറങ്ങി വന്ന് ശക്തിപ്പെടുത്തി. ദാമേൻ യാക്കോബ് രാത്രി ഉണർന്നു, ദൂതൻ ഇറങ്ങി വന്നു മൽപ്പിടുത്തം നടന്നു. ദൈവത്തിന്റെ പ്രഭുവായി മാറി. ആ രാത്രി യാമത്തിൽ അവൻ ദൈവത്തിന്റെ പ്രഭുത്വം അവന് കൈവന്നു. ഏതൊക്കെയോ രാത്രി യാമങ്ങളിൽ നമ്മുടെ പ്രഭുത്വം വച്ചിട്ടുണ്ട് കേട്ടോ. ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രഭുവിനെ പോലെ നിൽക്കേണ്ടവരാണ്. ദൈവത്തിന്റെ ജനത്തിന് മുൻപാകെ ദൈവത്തിന്റെ പ്രഭുക്കന്മാരെ പോലെ നിൽക്കേണ്ടവരാണ് തന്റെ ശുശ്രൂഷകന്മാർ. ആമേൻ. ആ മഹത്വം, ആ പ്രഭുത്വം രാത്രി യാമങ്ങളിൽ ഹല്ലേലൂയ ഉണർന്ന് കരസ്ഥമാക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഉണർന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മെ എല്ലാറ്റിനും പ്രാപ്തരാക്കും. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്ത് ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവനിൽ വസിപ്പീൻ. ഹല്ലേലൂയ. അനേകർ കർത്താവിൻ്റെ വരവിൽ ലജ്ജിച്ചു പോകും കേട്ടോ. എന്നാൽ കർത്താവിൻ്റെ വരവിൽ നാം ലജ്ജിച്ചു പോകാതെ വണ്ണം അവനെ അന്ന് അഭിമുഖീകരിക്കാനുള്ള പ്രാപ്തി ഇന്നു തന്നെ പ്രാർത്ഥനാ ജീവിതത്തോടെ നമുക്ക് നേടിയെടുക്കാം, കാത്തു സൂക്ഷിക്കാം. ഉടുപ്പ് മലിനമാകാതെ, സ്തോത്രം, അത് സൂക്ഷിക്കുന്ന, അത് ജാഗരിക്കുന്ന ഒരു അനുഭവം. സ്തോത്രം. അലക്കുന്ന, വെളുപ്പിക്കുന്ന ഒരു വിശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തരട്ടെ. നഗരത്തിൽ കടക്കേണ്ടതിന് വേണ്ടി അങ്കി അലക്കി വെളുപ്പിക്കുന്ന ഒരു അനുഭവം കർത്താവ് നമുക്ക് നൽകി തരട്ടെ. സ്തോത്രം. ശക്തമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിനായിട്ട് നമ്മെ സമർപ്പിക്കാം. യേശു കർത്താവിൻ്റെ വരവികൾ തേജസ്സുള്ളവരായി, പ്രകാശമുള്ളവരായി നമുക്കുള്ളത് കർത്താവിൻ്റെ വരവ് വരെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവികൾ പ്രാപ്തരായി, ലജ്ജിപ്പാൻ ഹേതുവില്ലാത്തവരായി, വിശ്വസ്തരായി, പ്രകാശമുള്ളവരായി, ആമേൻ, സ്തോത്രം, വളരെ തേജസ്സുള്ളവരായി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും ഈ തിരുവെഴുത്തുകളാൽ ആമേൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം സമയം ഈ ലളിദാസനെ ശ്രദ്ധിച്ച ലൈവിലായിരുന്ന എല്ലാ ദൈവദാസിദാസന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ സ്നേഹത്തെ, വന്ദനത്തെ, നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.